കുറച്ച് വൈകിപ്പോയ ഈ ചടങ്ങിലേക്ക് ഇത്രയും നേരം ക്ഷമയോടെ കാത്തിരുന്ന എല്ലാവരോടും അസറ്റ് ഹോംസിൻ്റെ പേരിൽ ആദ്യമായിട്ടൊരു ക്ഷമ ചോദിക്കട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ സന്തോഷകരമായിട്ടുള്ള നിമിഷമാണ്. കാരണം ഈ ഫിനാൻഷ്യൽ ഇയർ 2025 മാർച്ച് 31 അസറ്റ് ഹോംസ് നിർമ്മാണം പൂർത്തീകരിച്ച് കൈമാറ്റം ചെയ്യാമെന്ന് പ്രോമിസ് ചെയ്തിരുന്ന പ്രോജക്റ്റും ഇന്നിവിടെ നിർമ്മാണം പൂർത്തീകരിച്ചായിട്ട് പ്രഖ്യാപിക്കപ്പെടുകയാണ്. ഈ സാമ്പത്തിക വർഷത്തിൽ 14 പ്രൊജക്റ്റുകളാണ് നിർമ്മാണം പൂർത്തീകരിച്ച് കൈമാറ്റം ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചത്. ഇന്നിപ്പോൾ അസറ്റ് സോവറിൻ എന്ന പ്രൊജക്റ്റ് നിർമ്മാണം പൂർത്തീകരിച്ചായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ ഒരു 7 ദിവസത്തെ വർക്ക് കൂടെ കാണും അവിടെ തീരാനായിട്ട്. മുഴുവനായിട്ട് തീർന്നോ എന്ന് ചോദിച്ചാൽ 7 ദിവസത്തെ വർക്ക് കൂടെ ബാക്കിയുണ്ട്. പക്ഷെ എന്നിരുന്നാലും ആ പ്രൊജക്റ്റിൻ്റെ നിർമ്മാണം ഏതാണ്ട് പൂർത്തീകരിച്ച് ഉടമകൾക്ക് കൈമാറാവുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ശ്രീ പൃഥ്വിരാജ് സുകുമാരൻ എന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ബ്രാൻഡ് അംബാസിഡറിൻ്റെ സൗകര്യം കൂടി കണക്കിലെടുത്താണ് ഇന്ന് ഈ ദിവസം ഈ ചടങ്ങ് നടത്തുവാനായിട്ട് തീരുമാനിച്ചത്. ഇതോടുകൂടിയിട്ട് അസറ്റ് ഹോംസ് നിർമ്മാണം പൂർത്തീകരിക്കുന്ന 90ാമത്തെ പ്രൊജക്റ്റായിട്ട് അസറ്റ് സോവറിൻ മാറുകയാണ്. ഞാൻ ഈ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ അഭ്യുദയകാംക്ഷികളെയും, മുഴുവൻ സുഹൃത്തുക്കളെയും, മുഴുവൻ കസ്റ്റമേഴ്സിനെയും, ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരിക്കുന്ന മുഴുവൻ കൺസൾട്ടൻസിനെയും, ആർക്കിടെക്ട്സിനെയും, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ അഭ്യുദയകാംക്ഷികളെയും, ഞങ്ങളുടെ അയൽവാസികളെയും, ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് ഞങ്ങളുമായിട്ട് ഈ ജോയിൻറ്റ് വെഞ്ചർ പ്രോജക്റ്റിൽ സഹകരിച്ച ശ്രീ ഭാസി സാറിനെയും കുടുംബത്തെയും, അതുപോലെ തന്നെ ശ്രീമതി മേരി ജോസഫിൻ്റെയും റൈഫിൻ്റെയും റിനിയുടെയും റീബയുടെയും കുടുംബത്തെയും ഞാൻ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ സഹപ്രവർത്തകരെയും ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തിരുവനന്തപുരത്തെ ഞങ്ങളുടെ സഹബിൽഡർമാരുള്ള ക്രെഡായി മെമ്പേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു. മറ്റ് വിശിഷ്ട വ്യക്തികളെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ ഈ പ്രോജക്റ്റ് നിർമ്മാണം ആരംഭിച്ച സമയം മുതൽ പൂർത്തീകരിച്ച സമയം വരെ ഏറ്റവും അധികം ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ട് നിലനിന്നിരുന്നത് സ്ഥലത്തെ വാർഡ് കൗൺസിലറും MLA-യുമാണ്. ഇവരെ രണ്ടുപേരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിസ്സീമമായിട്ടുള്ള ഇവരുടെ സഹകരണവും സപ്പോർട്ടും, ഒപ്പം തന്നെ നാട്ടുകാരായിട്ടുള്ള നല്ലവരായ ആൾക്കാരുടെ സഹകരണവും കൊണ്ട് മാത്രമാണ് ടൗണിൻ്റെ ഹൃദയഭാഗത്തുള്ള ഇത്തരമൊരു പ്രൊജക്റ്റ് സമയബന്ധിതമായിട്ട് പൂർത്തിയാക്കാൻ സാധിച്ചതെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നന്ദി പറയുന്നതോടൊപ്പം തന്നെ ഈ ചടങ്ങിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രധാനമായിട്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എടുത്തു പറയേണ്ട ചില പേരുകൾ, ഈ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള അസറ്റ് ഹോംസിൻ്റെ ശ്രീ ദീപക്, രാജേഷ് കുമാർ, അജിത് കുമാർ, ശങ്കർ, മനോജ് കുമാർ, ഹരികൃഷ്ണൻ, സുഭാഷ് സുനിൽ, ഷൈൻ വി, ഇന്ദു രാജേഷ്, രേഷ്മ, വൃന്ദ, സജീം എന്നിവരടങ്ങുന്ന ടീമിനെ ഞാൻ അഭിനന്ദിക്കുകയും ഈ ചടങ്ങിലേക്ക് അവരെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഏറ്റവും സന്തോഷത്തോടു കൂടിയിട്ട് ഇന്ന് കേരള ഗവൺമെൻറ് ഈ വർഷത്തെ ഫിലിം അവാർഡ് ദാന ചടങ്ങ് നടക്കുകയായിരുന്നു. ഏറ്റവും മികച്ച നടനുള്ള അവാർഡ് കരസ്ഥമാക്കിയിട്ടാണ് പൃഥ്വിരാജ് ഇവിടേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾ ചർച്ച പലരും പറയുകയുണ്ടായി, പൃഥ്വിരാജിന് നമുക്കൊരു പൊന്നാടയെങ്കിലും അണിയിക്കേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ രാജുവിനോട് ചോദിച്ചു എന്താണ് വേണ്ടത്, ഞങ്ങളൊരു പൊന്നാട അണിയിക്കേണ്ടത്. ഇപ്പോൾ രാജു പറഞ്ഞത് ഒരു ഫ്ലാറ്റിൽ കുറഞ്ഞൊന്നും ഞാൻ സ്വീകരിക്കില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ പിന്നെ എനിക്ക് ഫ്ലാറ്റ് കൊടുക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കരിയറിൽ വലിയ ഉയർച്ചകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യാനായിട്ട് ഈ അവസരം ഉപയോഗിക്കുന്നു. എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ ആളുകളെയും, ആരുടെയെങ്കിലും പേര് പറയാനായിട്ട് വിട്ടുപോയി സദയം ക്ഷമിക്കുക. ഈ വൈകിയ വേളയിൽ ഞാൻ സുദീർഘമായിട്ട് പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുകയും ഒപ്പം തന്നെ എത്തിച്ചേർന്ന മുഴുവൻ നല്ല വ്യക്തികളെയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. നന്ദി, നമസ്കാരം.